ഹായ് മക്കളെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ +1 സുവോളജിയിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സിമ്പിൾ ചാപ്റ്ററാണ്, നല്ല സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമുക്ക് ആകെ ഒരേ ഒരു മാർക്ക് മാത്രമേ ഇവിടെ നിന്ന് ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യണ കാര്യം എന്താണ്? ഒരു മാർക്കല്ലേ ചോദിക്കുള്ളൂ, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, പോട്ടെ ഒരു മാർക്കല്ലേ അവിടെ നിന്ന് എന്ന് പറയും നമ്മൾ. പക്ഷെ അങ്ങനെയല്ല അല്ലെ, നമുക്ക് ഒരു മാർക്കിനും വിലയുണ്ട് ഇല്ലേ? നമുക്ക് ചിലപ്പോ ഫുൾ മാർക്കിനൊക്കെ ചിലപ്പോ ഒരു മാർക്കൊക്കെ പോകും, അല്ലെങ്കിൽ A+ന് ഒരു മാർക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷമം എന്തോരായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാവരുത്. നമ്മളുടെ മക്കൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു വിഷമം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ ലിവിങ് വേൾഡ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് വേഗം നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, വേഗം കഴിയും കേട്ടോ. നമുക്ക് ലിവിങ് വേൾഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ലിവിങ് ബീങ്, ഒരു ജീവനുള്ള വസ്തുവിന് എങ്ങനെയായിരിക്കും അതിന്റെ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു വസ്തുവിന് ജീവൻ ഉണ്ട് എന്ന് നോക്കുന്നത് നമ്മളെ കുറെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് അല്ലെ. അപ്പൊ എന്തൊക്കെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കും ആ വസ്തു ജീവനുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത്? നോക്കിയടാ, നമുക്ക് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, ഇതൊന്നും ചോദിക്കത്തില്ല കേട്ടാ. പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? ഒന്നാമത്തത് ഗ്രോത്ത്, നമുക്ക് പറയാൻ പറ്റൂ അല്ലെ, ഗ്രോത്ത് പറയാം. വളർച്ച, അത് ജീവനുള്ള വസ്തുവിനല്ലേ വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മുടെ കാര്യത്തിൽ നമ്മൾ ജനിച്ചപ്പോ തന്നെ ഇത്രയും ഉണ്ടായിരുന്ന ഇല്ല അല്ലെ, നമ്മൾ ഒരു കുഞ്ഞ് ഒരു ജീവിയായിരുന്നു, നമ്മൾ കുഞ്ഞായിരുന്നു. അത് വലുതായി നമ്മൾ ഇപ്പൊ ഇത്രയും വലിയ ജീവിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഗ്രോത്ത് ഉണ്ടാവും, അതേപോലെ റിപ്രൊഡക്ഷൻ ഉണ്ടാവും അല്ലെ, യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതേപോലെ മെറ്റബോളിസം, നമ്മുടെ കോശങ്ങളിൽ, നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തോരം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, ആ പ്രവർത്തനങ്ങളെയാണ് മെറ്റബോളിസം. അതൊരു ജീവനുള്ള വസ്തുവിൽ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. അടുത്തെന്താണ്? സെല്ലുലാർ ഓർഗനൈസേഷൻ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുകൾ കൊണ്ടിട്ടാണ്, കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺഷ്യസ്നെസ്, ബോധം അല്ലെ, നമുക്ക് ചുറ്റുപാടിനോടും നമ്മുടെ ലിവിങ് ബീങ്സിന്റെ മാത്രം പ്രത്യേകതയാണ് അത്. അതായത് ചുറ്റുപാടുകളോട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോധമുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചുറ്റുപാടിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഒരു ജീവനുള്ള വസ്തുവിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ്. എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാല്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുക്കാം അല്ലെ, നമ്മൾ ഒരു മതം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഡ്രസ്സ് അങ്ങനെയാണോ നമ്മളെ ഇന്ത്യയിലുള്ളത്? അല്ല, ഒരുപാട് പല തരത്തിലുള്ള, അതൊരു ഡൈവേഴ്സിറ്റിയാണ്. ജ്ഞാനത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ ഒരു ടൈപ്പ് ജീവികൾ മാത്രമാണോ ഉള്ളത്, ഒരേ ടൈപ്പ് സ്പീഷീസ് മാത്രമാണോ ഉള്ളത്? അല്ല, ഒരുപാട് ടൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള സ്പീഷീസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്താണ് ബയോഡൈവേഴ്സിറ്റി? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം പ്രസന്റ് ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളെ ആണ് എന്തെന്ന് പറയുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അത് നമ്മുടെ NCERT കണക്ക് പറയുമ്പോൾ അവർ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ. അടുത്തതായിട്ട് പഠിക്കാൻ പോണ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. നമുക്കറിയാം 1 മാർക്കാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. The system of providing scientific name with 2 components is called dash. അതായത് ഒരു വസ്തുവിന് സിസ്റ്റമാറ്റിക് ഒരു പേര് കൊടുക്കുക. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്? സയന്റിഫിക് നെയിംസ് ഉണ്ട്, ശാസ്ത്രീയ നാമങ്ങളുണ്ട്. ആ നാമം അല്ലെങ്കിൽ ആ പേര് കൊടുക്കുന്ന ആ സിസ്റ്റത്തിനെ ഒരു ടേം ഉണ്ടല്ലോ, എന്താണ്? അതാണ് നമ്മുടെ ബൈനോമിയൽ നോമെൻക്ലേച്ചർ അല്ലെ. പേര് കൊടുക്കുന്നതിനെ പറയുന്നത് ബൈനോമിയൽ നോമെൻക്ലേച്ചർ എന്നാണ് പറയുന്നത്. നോക്കിയടാ, ബൈനോമിയൽ നോമെൻക്ലേച്ചർ ഇത് പറഞ്ഞിരിക്കുന്ന ആരാണ് കൊണ്ടുവന്നത്? ഈ പറഞ്ഞ സിസ്റ്റം കാർലോസ് ലിനേയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കാർലോസ് ലിനേയസ്, അദ്ദേഹമാണ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞ നോമെൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ? നോമെൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നെയിമിംഗ് ഓഫ് ലിവിങ് തിങ്സ്. അതായത് ജീവജാലങ്ങൾക്ക് ഒരു കോമൺ ആയിട്ടുള്ള പേര്, അതായത് ഒരു ജീവിനെ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരേ പേരിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം, നമ്മൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നമുക്ക് പോകണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജീവിക്ക് തന്നെ പല പല തരത്തിലുള്ള പേരുകളാണ് അല്ലെ. പല തരത്തിലായിരിക്കും ഓരോ ജീവികളെ അറിയപ്പെടുന്നത്.
പേരുകൾക്ക് പല വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇവിടെ ചെന്ന് പറയും, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ മറ്റേ പപ്പായനെ പറയാം അല്ലെ. പപ്പായനെ തന്നെ എന്തൊക്കെ പേരിൽ അറിയപ്പെടും? കറുമൂസ, കപ്ലങ്ങ അല്ലെ. നമ്മൾ പറയുന്നതായിരിക്കില്ല വേറെ സ്ഥലത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നലെ കൺഫ്യൂഷൻ വരും അല്ലെ. ഇന്ന സാധനം നമ്മൾ പറയുന്നത് വേറെ എന്ന് വിചാരിക്കും നമ്മൾ അല്ലെ. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിക്ക് ലോകത്ത് എവിടെ ചെന്നാലും എന്ത് ചെയ്യണം? അതിന്റെ ഒരൊറ്റ പേരിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യുക? ഒരു കോമൺ ആയിട്ട്, ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് ഒരു പേര് കൊടുക്കുക. ആ പേര് കൊടുക്കുന്ന ചടങ്ങിനെയാണ്, പേര് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഐഡന്റിഫിക്കേഷൻ. നോമൻക്ലേച്ചർ ഓർ നെയിമിംഗ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ഓർഗാനിസം ഈസ് ഡിസ്ക്രൈബ്ഡ് കറക്റ്റ്ലി. ഒരു വസ്തു കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ്, അതിന്റെ ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് എന്തെന്ന് കൊടുക്കാൻ പറ്റുള്ളൂ? പേര് കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ and we know to what organs the name is attached to. അതായത് ആ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, ഇതിന്റെ പേര് ഇതാണ് അല്ലെ. അങ്ങനെ തിരിച്ചറിയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞല്ലേ, സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് എ നെയിം, ഒരു പേര് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് എന്തെന്ന് പറഞ്ഞാൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ. പക്ഷെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ എത്ര കമ്പോണൻസ് ഉണ്ടാവും? ആ പേരിൽ 2 ഘടകങ്ങൾ ഉണ്ടാവും. 2 കമ്പോണൻസ് ഉള്ളത് കൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ 2 ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് അതിന്റെ ജനറിക് നെയിം, അതായത് ജീനസിന്റെ പേരായിരിക്കാം. രണ്ടാമത്തത് അതിന്റെ സ്പെസിഫിക് എപ്പിത്തറ്റ്, അതായത് സ്പീഷീസിന്റെ പേരായിരിക്കും. അപ്പൊ 2 കമ്പോണൻസ് അടങ്ങിയതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ആദ്യത്തത് അതിന്റെ ജീനസിന്റെ പേരും രണ്ടാമത്തത് അതിന്റെ സ്പീഷീസിന്റെ പേരായിരിക്കും. അടുത്തത് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുകയാണ് മാംഗോ. മാംഗോയുടെ സയന്റിഫിക് നെയിം എന്താണ്? മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. മാഞ്ചിഫറ എന്ന് പറഞ്ഞാൽ അതിന്റെ ജീനസിന്റെ പേരും ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഷീസിന്റെ പേരുമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടാ. 2 ഘടകങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? മാഞ്ചിഫറ ജീനസ്, ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഷീസിന്റെ പേരായിരിക്കും. നെക്സ്റ്റ്, യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചറിന് കുറച്ച് റൂളുകളുണ്ട്, നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്? ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ബയോളജിക്കൽ നെയിംസ് എപ്പോഴും എന്തായിരിക്കണം? ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കണം. അതെങ്ങനെയാണ് എഴുതേണ്ടത്? ഇറ്റാലിക്സിൽ വേണം എഴുതാനായിട്ട്. ഇനി രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഫസ്റ്റ് വേർഡ് ഇൻ ബയോളജിക്കൽ നെയിം റിപ്രസെന്റ് ദ ജീനസ് വൈൽ ദ സെക്കൻഡ് കമ്പോണന്റ് ഡിനോട്സ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. അതായത് 2 കമ്പോണൻസ്, 2 ഘടകങ്ങൾ ഉണ്ടാവുന്നല്ലോ ഒരു പേരില്. അതിൽ ആദ്യത്തെ അപ്പോൾ എന്തായിരിക്കും? ജീനസ് ആയിരിക്കണം. രണ്ടാമത്തെ പേരെന്തായിരിക്കണം? അത് സ്പീഷീസിന്റെ പേരായിരിക്കണം. മൂന്നാമത്തെ ഈ റൂൾ എന്താണ്? വെൻ ഹാൻഡ് റിട്ടൺ both the words in a biological name are separately underlined or printed in italics to indicate their Latin origin. അതായത് കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ എഴുതണം കേട്ടാ. മാഞ്ചിഫറ ഇൻഡിക്ക, മാഞ്ചിഫെറ ഇൻഡിക്ക എന്നെന്ത് ചെയ്യണം? ഞാൻ കൈകൊണ്ട് എഴുതണം. സയന്റിഫിക് ഡി ഇങ്ങനെ കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ ഈ ജീനസിന്റെയും സ്പീഷീസിന്റെയും പേര് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിൽ വേണം പ്രിന്റ് ചെയ്യാനായിട്ട്? ഇറ്റാലിക്സിൽ വേണം പ്രിന്റ് ചെയ്യാനായിട്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ടു ഇൻഡിക്കേറ്റ് ദെയർ ലാറ്റിൻ ഒറിജിൻ, അവർ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ആ ടേം ഉണ്ടായിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഈ പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണതും അതേപോലെ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണതൊക്കെ കേട്ടാ. നാലാമത്തെ നോക്കിയേ, ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിംഗ് ദ ജീനസ് സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഫസ്റ്റ് വേർഡ് ജീനസ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. അതേപോലെ സ്പീഷീസിന്റെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി അഞ്ചാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിന്റെ കൂടെ എന്താവും? ചിലപ്പോ ഓതറിന്റെ നെയിം വെക്കാൻ പറ്റും, നമുക്ക് സയന്റിസ്റ്റിന്റെ നെയിം വെക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും സയന്റിസ്റ്റിന്റെ നെയിം ഫുൾ നെയിമിൽ വെക്കാൻ പാടില്ല. എപ്പോഴും എന്ത് ചെയ്യണം? അത് അബ്രീവിയേറ്റഡ് ഫോമിൽ ഷോർട്ട് ആക്കി വേണം വെക്കാനായിട്ട്. ഇപ്പൊ മാഞ്ചിഫറ ഇൻഡിക്ക കാർലോസ് ലിനേയസ് വെക്കാൻ പാടില്ല, ഫുള്ളായിട്ട് വെക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? ഷോർട്ട് ആക്കിയിട്ട് ലിൻ എന്ന് വേണം വെക്കാനായിട്ട്. അതാണ് അഞ്ചാമത്തെ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ഇത്രയും റൂൾസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് എക്സാമിന് ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, ഈ റൂള് ചോദിക്കാം. ഇനി അടുത്ത നോക്കിയാടാ, അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ. ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇതൊന്നും ചോദിക്കില്ല. ക്ലാസിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു എ കൺവീനിയന്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. കുറച്ച് ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് അല്ലെ, കുറച്ച് ക്യാരക്ടേഴ്സിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു ജീവികളെ എന്ത് ചെയ്യുക? ഒരു ഗ്രൂപ്പാക്കി തിരിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
അടുത്ത നോക്കിയതേ, അടുത്തൊരു ചോദ്യമാണ് കേട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. എക്സ്പാൻഡ് ICBN ഉം ICZN ഉം. നിങ്ങളൊന്നുമില്ല, ഫുൾ ഫോം മാത്രം അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. ICBN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അടുത്തത് എന്താണ്? ICZN. ICZN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇത് രണ്ട് ഫുൾ ഫോം മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടാ. ഒന്ന് മറ്റേ ബൊട്ടാണിക്കൽ, ചെടികൾക്ക് പേര് കൊടുക്കുന്നതിൽ. രണ്ടാമത്തെ എന്താണ്? സുവോളജിക്കൽ, അനിമൽസിന്റെ. രണ്ടുപേരും രണ്ട് ഫുൾ ഫോം മാത്രം പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. നോക്കിയേ, അടുത്ത എന്താണ്? യൂണിറ്റ് ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ്. എന്താണ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ? ടാക്സോൺ. ഒരു ക്ലാസിഫിക്കേഷൻ ഒരു അടിസ്ഥാന ഘടകം ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് ടാക്സോൺ ആണെന്ന് പറയണം. അപ്പൊ എന്താണ് ടാക്സോണമി എന്ന് നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസം can be classified into different taxa categories. നമ്മൾ പറഞ്ഞു അല്ലേ, കുറെ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ജീവികളെയും ഗ്രൂപ്പ് ആക്കി തിരിക്കും എന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പിനെ നമ്മൾ, ആ കാറ്റഗറീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടാക്സ. സയന്റിഫിക് നെയിം ആണ്. കാറ്റഗറീസിന്റെ സയന്റിഫിക് നെയിം ആണ് എന്തെന്ന് പറഞ്ഞാല് ടാക്സ. ഗ്രൂപ്പുകളുടെ സയന്റിഫിക് ടേം ആണ് എന്തെന്ന് പറഞ്ഞാൽ ടാക്സ എന്ന് പറയും. നമ്മൾ അവിടെ ഗ്രൂപ്പ് എന്ന് പറയും, ഇവിടെ സയന്റിഫിക് ആയിട്ട് അതിനെ എന്തെന്ന് പറയും? ടാക്സ എന്ന് പറയും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടാക്സോണമി എന്ന് പറയും. എന്താണ്? ടാക്സോണമി എന്ന് പറയും. ഇനി ടാക്സോണമിയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ടാക്സോണമി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്ട്രക്ചർ. ഒരു ജീവിയുടെ എക്സ്റ്റേണലും ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നോക്കും. അതേപോലെ സെൽ സ്ട്രക്ചർ നോക്കും. പിന്നെ ഡെവലപ്മെന്റ് പ്രോസസ്സുകൾ നോക്കും. എക്കോളജിക്കൽ ഇൻഫോർമേഷൻ ഓഫ് ഓർഗാനിസംസ്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ടാക്സോണമി ഉണ്ടാക്കുന്നത്, ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്. അടുത്ത നോക്കിയേ, ബേസിക് പ്രോസസ് ഓഫ് ടാക്സോണമി. നേരത്തെ പറഞ്ഞത് തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ടാക്സോണമി ഗ്രൂപ്പുകളാക്കുന്ന പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ക്യാരക്ടറൈസേഷൻ. ക്യാരക്ടേഴ്സ് അറിഞ്ഞിരിക്കണം അല്ലെ ജീവികളുടെ. വെറുതെ നമുക്ക് ഗ്രൂപ്പുകളാക്കാൻ പറ്റുമോ? ഇല്ല. ക്യാരക്ടേഴ്സ് നോക്കണം, അത് തിരിച്ചറിയണം, ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം, ഗ്രൂപ്പുകളാക്കണം. ഗ്രൂപ്പുകളാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യണത്? നോമൻക്ലേച്ചർ, പേര് കൊടുക്കുന്നത്. ഓക്കെ. അടുത്ത ടൈം എന്താണ്? ടാക്സ. നേരത്തെ പറഞ്ഞ സയന്റിഫിക് ടേം ഓഫ് ഫോർ ദീസ് കാറ്റഗറീസ് ടാക്സ എന്ന് പറയും. കാറ്റഗറീസിനെ, ഗ്രൂപ്പുകളെ സയന്റിഫിക് ടേം ആണ് എന്തെന്ന് പറഞ്ഞാൽ ടാക്സ എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം, ദെയർ ഡൈവേഴ്സിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദം. അതായത് ജീവികളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കുന്നത് അല്ലെ. പലതരത്തിലുള്ള ജീവികളെ കുറിച്ച് പഠിക്കുക, അവരുടെ റിലേഷൻഷിപ്പ്, രണ്ട് ജീവികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എവല്യൂഷൻ എന്ന് പറയില്ലേ, എവല്യൂഷൻ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി വേർഡ് സിസ്റ്റമാറ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് സിസ്റ്റമ. ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് ലാറ്റിൻ വാക്കായിട്ടുള്ള സിസ്റ്റമ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അത് നോക്കി വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഇവിടുന്ന് 1 മാർക്കിന് ചോദ്യം വരാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കാം. സിസ്റ്റമേ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? സിസ്റ്റമാറ്റിക്സ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അർത്ഥം, സിസ്റ്റമയുടെ അർത്ഥം ചോദിച്ചാൽ എന്ത് പറയാം? സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് എന്നാണ് അതിന്റെ അർത്ഥം. ലിനേയസ് യൂസ്ഡ് സിസ്റ്റമാ നാച്ചുറ ആസ് ദ ടൈറ്റിൽ ഓഫ് ഹിസ് പബ്ലിക്കേഷൻ. അദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ സിസ്റ്റമാ നാച്ചുറ. അതും ഇമ്പോർട്ടന്റ് ആണ്, അവിടെ നിന്നും ഒരു ചോദ്യം ഉണ്ടാകാം. നമ്മുടെ ലിനേയസിന്റെ ബുക്കിന്റെ പേര് എന്താണ്? സിസ്റ്റമ നാച്ചുറ എന്നാണ്. അടുത്ത നോക്കിയേ, അടുത്ത ടാക്സോണമിക് കാറ്റഗറീസ്. എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് ചോദിച്ചാൽ, ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ് ഇൻ ടാക്സോണമിക് അറേഞ്ച്മെന്റ്. അതായത് ഗ്രൂപ്പുകളാക്കി തിരിച്ചു വെക്കുന്നത് അല്ലെ, ആ കാറ്റഗറീസ് അല്ല, ആ ഗ്രൂപ്പുകളുടെ കൂട്ടം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. എല്ലാ ടാക്സോണമിക് കാറ്റഗറീസിനെയും ഒന്നിച്ച് പറയുന്ന പേരാണ് എന്ത്? ടാക്സോണമിക് ഹൈറാർക്കി. എല്ലാ കാറ്റഗറീസിനെയും ഒന്നിച്ച് പറയുന്ന പേരാണ് എന്ത്? ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയും. അടുത്ത നോക്കിയാൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്, അതിനെ ഓർഡർ ആക്കാനാണ്. ഇതിപ്പോ ഡിസോർഡർ ആയിട്ട് കിടക്കുകയാണ്, ഇതിനെന്ത് ചെയ്യണം? ഓർഡർ ആക്കി മാറ്റണം. ഈ ഓർഡർ എന്തായാലും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കേണ്ട ഓർഡർ ആണ്. നോക്കിയേ, ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ചെറിയ ടാക്സയിൽ നിന്ന് വലിയ ടാക്സയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ, സ്പീഷീസ്
നമ്മൾ പറഞ്ഞു നമ്മുടെ ലോകത്തിൽ ഒരുപാട് ടൈപ്പ് സ്പീഷീസ് ഉണ്ട് അല്ലെ. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ്. ഇപ്പൊ മനുഷ്യന്മാരെടുക്കാം, മനുഷ്യന്മാരെ ഒരു സ്പീഷീസ് ആണ് അല്ലെ. മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെ അല്ലെ കാണാനായിട്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, 2 കൈയുണ്ട്, കാലുണ്ട് അല്ലെ, സ്ട്രക്ചേഴ്സ് ഒക്കെ സെയിം ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ്, സിമിലാരിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്മാരൊരു സ്പീഷീസ് ആണ്. അതേപോലെ നായനെടുക്കാം, നായകളൊക്കെ ഒരേപോലെ അല്ലേ, 4 കാലുണ്ട്, വാലുണ്ട് അല്ലെ, മൂക്കുണ്ട്, കണ്ണുണ്ട്, ഇതൊക്കെ എന്താണ് ഒരേപോലെയാണ്. അങ്ങനെ ഒരേപോലെ സിമിലാരിറ്റീസ് ഉള്ളവയെ നമ്മൾ എന്താക്കി ഓരോ ഗ്രൂപ്പുകളാക്കി തിരിക്കും. ആ ഗ്രൂപ്പിനെ എന്ന് പറയും സ്പീഷീസ് എന്ന് പറയും. ഇനി ഒരേപോലെ സാമ്യതയുള്ള സ്പീഷീസിനെ നമ്മൾ എന്താക്കി തിരിക്കും? ജീനസ് ആക്കി മാറ്റും. ഇനി ജീനസ് ഒരേപോലെ സാമ്യതയുള്ള ജീനസുകളെ ഗ്രൂപ്പാക്കി ഫാമിലി ആക്കി മാറ്റും. ഇനി ഒരേ സിമിലാരിറ്റീസ് ഉള്ള ഫാമിലികളെ ഗ്രൂപ്പാക്കിയിട്ട് ഓർഡർ ആക്കി മാറ്റും. ഒരേ സിമിലാരിറ്റീസ് ഉള്ള ഓർഡറുകളെ ഗ്രൂപ്പാക്കി ക്ലാസ് ആക്കി മാറ്റും. ഇനി ഒരേ ടൈപ്പ് ക്ലാസ്സുകളെ എന്താക്കും? ഫൈലം. അനിമൽസ് ആണെങ്കിൽ അത് ഫൈലം എന്ന് പറയും, പ്ലാന്റ്സ് ആണെങ്കിൽ അത് ഡിവിഷൻ എന്ന് പറയും. ഇനി ഒരേ ടൈപ്പ് ഫൈലത്തിനെ എന്താക്കും? കിങ്ഡം ആക്കി മാറ്റും. അപ്പൊ ഈ ഓർഡർ എന്തായാലും പഠിച്ചിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയത് സ്പീഷീസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്താണ്? ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ്. അടിസ്ഥാനപരമായിട്ട് സാമ്യമുള്ള ജീവജാലങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സ്പീഷീസ് എന്ന് പറയും. ഇപ്പൊ നോക്കിയേ, ടൈഗർ ഒരു സ്പീഷീസ് ആണ്, മാങ്ങ വേറൊരു സ്പീഷീസ് ആണ്, മനുഷ്യൻ വേറൊരു സ്പീഷീസ് ആണ്. അങ്ങനെ ഒരുപാട് സ്പീഷീസ്. പൊട്ടാറ്റോ വേറെ സ്പീഷീസ്, ലയൺ വേറെ സ്പീഷീസ്, ഇങ്ങനെ കുറെ സ്പീഷീസുകൾ ഉണ്ട് നമുക്ക്. അടുത്തത് ജീനസ്. ജീനസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. സാമ്യതയുള്ള സിമിലാരിറ്റീസ് ഉള്ള സ്പീഷികളെ കൂടി ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? ജീനസ്. അപ്പൊ സിമിലാരിറ്റീസ് ഉള്ള സ്പീഷീസിനെ, സാമ്യതയുള്ള സ്പീഷീസിനെ ഒരു ഗ്രൂപ്പ് ആക്കും, അതാണ് എന്ത്? ജീനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ ജസ്റ്റ് വെച്ച് നോക്കിട്ടെ. നിങ്ങൾ ഇവിടെ നോക്കിയടാ, ടൈഗർ ഒരു സ്പീഷീസ് ആണ്, ലിയോ ഒരു സ്പീഷീസ് ആണ്, ലെപ്പേർഡ് ഒരു സ്പീഷീസ് ആണ് അല്ലെ. ഈ സ്പീഷീസിനൊക്കെ എന്ത്? ഈ 3 സ്പീഷീസിനും സിമിലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരൊറ്റ ഗ്രൂപ്പ് ആക്കി, അതായത് ഒരൊറ്റ ജീനസിലേക്ക് ഇട്ടു. ആ ജീനസിന്റെ പേരെന്താണ്? പാന്തറ. കണ്ട, ജീനസിന്റെ എന്താണ്? പാന്തറ എന്ന് പറയുന്ന ജീനസിലേക്കാണ് ഇവരെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരേ ടൈപ്പ് സ്പീഷീസിനെ ഗ്രൂപ്പ് ആക്കും, അതാണ് എന്ത്? ജീനസ് എന്ന് പറഞ്ഞാൽ. ഒരേ ടൈപ്പ് സ്പീഷീസ് ആയിരിക്കും ആ ജീനസ്. അടുത്ത നോക്കിയടാ, ഫാമിലി. എന്താണ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ. ഒരേ ടൈപ്പ് സിമിലാരിറ്റീസ് ഉള്ള ജീനസുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഒരേ ടൈപ്പ് സിമിലാരിറ്റീസ് ഉള്ള സ്പീഷീസിനെ എന്താക്കി തിരിച്ചു? നമ്മള് ജീനസ് ആക്കി മാറ്റൂ അല്ലെ. ഇനി ഒരേ ടൈപ്പ്, ഒരേ സിമിലാരിറ്റീസ് ഉള്ള ജീനസുകൾ ഉണ്ടാവും, സാമ്യതയുള്ള ജീനസുകൾ ഉണ്ടാവും അല്ലെ. 2 ജീനസുകൾ തമ്മിൽ സാമ്യത ഉണ്ടാവും. ആ ജീനസിനെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ഗ്രൂപ്പ് ആക്കും, അതാണ് എന്തെന്ന് പറഞ്ഞാൽ? ഫാമിലി എന്ന് പറഞ്ഞാല്. നോക്കിയേ, ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, ഇതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ മതി. ജീനസ് പാന്തറയും ജീനസ് ഫെലിസും. പാന്തറയിൽ ആരൊക്കെ വരുന്നുണ്ട്? ടൈഗർ, ലയൺ, ടൈഗർ, ലെപ്പേർഡ് വരുന്നതാണ് പാന്തറ എന്ന് പറയുന്ന ജീനസ്. ഇനി ഫെലിസ്, നമ്മുടെ കാറ്റ് വരുന്ന ജീനസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ? ഫെലിസ് എന്ന് പറഞ്ഞാൽ. ഈ 2 ജീനസിനും സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുന്നത്. പാന്തറയ്ക്കും അതേപോലെ തന്നെ ഫെലിസിനും എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്, സാമ്യതകളുണ്ട്. അപ്പൊ സെയിം ആയിട്ടുള്ള ജീനസുകളെ എന്താക്കി തിരിച്ച്? ഫാമിലി ആക്കി. ആ ഫാമിലിക്ക് ഒരു പേര് കൊടുത്ത്, എന്താണ്? ഫെലിഡേ. അപ്പൊ ഈ 2 ജീനസുകളും ഉൾപ്പെടുന്ന ഫാമിലി ഏതാണ്? ഫെലിഡേ ആണ്. ഇവിടെ നോക്കിയേ, വേറെ സൊളാനേസിയയിൽ വരുന്ന ജീനസുകളെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. ഓക്കെ, അടുത്ത് നോക്കിയടാ, കാറ്റ് വരുന്ന ഫാമിലിയാണ് ഫെലിഡേ, അതേപോലെ നായ വരുന്ന ഫാമിലിയാണ് കെനിഡേ. ഇവിടെ നോക്കിയേ, അടുത്തത് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കാം? ഫാമിലീസ് അല്ലെ, സിമിലാരിറ്റീസ് ഉള്ള ഫാമിലീസിനെ ഗ്രൂപ്പ് ആക്കി പറയണാണ് എന്തെന്ന് പറഞ്ഞാൽ ഓർഡർ. നമ്മൾ ഓരോന്നിനെയും ഗ്രൂപ്പാക്കി കൊണ്ടുവരികയാണ്. സിമിലാരിറ്റീസ് ഉള്ള സ്പീഷീസിനെ നമ്മൾ എന്താക്കി? ജീനസ് ആക്കി. സിമിലാരിറ്റീസ് ഉള്ള ജീനസിനെ നമ്മൾ എന്താ ചെയ്തി? ഫാമിലി ആക്കി. സിമിലാരിറ്റീസ് ഉള്ള ഫാമിലീസിനെ നമ്മൾ ഇപ്പൊ എന്താക്കി? ഓർഡർ ആക്കി, ഗ്രൂപ്പാക്കി തിരിച്ച്. അതേതാണ്? ഓർഡർ. അതെ, ഇവിടെ എക്സാമ്പിൾ ഒന്ന് നോക്കിയടാ. ഫാമിലി ഫെലിഡേയും ഫാമിലി കെനിഡേയും. നമ്മളെ പൂച്ച വരുന്ന ഫാമിലിയാണ് ഫെലിഡേ, അതേപോലെ നായ വരുന്ന ഫാമിലി കാനിഡേ. ഇവര് തമ്മിൽ എന്താണ്? സിമിലാരിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ 2 ഫാമിലികൾ തമ്മിൽ എന്തുണ്ട്? സാമ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 2 ഫാമിലിയെയും ഒരു ഗ്രൂപ്പ് ആക്കി. അതേതാണത്? ഓർഡർ കാർണിവോറ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്കി തിരിച്ച്. സിമിലാരിറ്റീസ് ഉള്ള ഫാമിലീസിനെ ഒരു ഗ്രൂപ്പ് ആക്കും, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലാസ് എന്തായിരിക്കും? സിമിലാരിറ്റീസ് ഉള്ള ഓർഡേഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക.
ആ ക്ലാസ്സിൽ എന്തായിരിക്കും സാമ്യതയുള്ള ഓർഡേഴ്സിനെ ഒരു ഗ്രൂപ്പ് ആക്കി തിരിക്കും. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ. നോക്കിയടാ, എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ഓർഡർ പ്രൈമേറ്റ. പ്രൈമേറ്റയിൽ ആരൊക്കെ വരുന്നുണ്ട്? മങ്കി, ഗൊറില്ല, ഗിബ്ബൺ. നമ്മൾ മനുഷ്യന്മാരും എഴുതി തന്നെയാണ് വരുന്നത്, പ്രൈമേറ്റയിൽ തന്നെയാണ് വരുന്നത് കേട്ടാ. അതേപോലെ കാർണിവോറ, ഓർഡർ കാർണിവോറ, അതായത് നമ്മുടെ ഇവരൊക്കെ വരുന്നത് കാർണിവോറ എന്ന് പറഞ്ഞ ഓർഡറിലാണ്. അപ്പൊ ഈ രണ്ട് ഓർഡറിനും, ഈ പ്രൈമേറ്റയ്ക്കും കാർണിവോറയ്ക്കും തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. സാമ്യതകളുണ്ട്, ചെറിയ ചെറിയ സാമ്യതകളുണ്ട്. അപ്പൊ സിമിലാരിറ്റീസ് ഉള്ള ഓർഡേഴ്സിനെ എന്താക്കി തിരിച്ച്? ഒരു ക്ലാസ് ആക്കി തിരിച്ച്. അതേതാണ്? മമേലിയ. അപ്പൊ സിമിലാരിറ്റീസ് ഉള്ള ഓർഡേഴ്സിനെ എന്താക്കി? ഒരു ഗ്രൂപ്പ് ആക്കും. ആ ഗ്രൂപ്പാണ് എന്ത്? ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഈ ക്ലാസിന്റെ പേരെന്താണ്? മമേലിയ എന്നാണ്. അടുത്ത നോക്കിയടാ, അടുത്ത ഫൈലം. അപ്പൊ ഒരേപോലെ സിമിലാരിറ്റീസ് ഉള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഫൈലം. ഫൈലത്തിൽ എന്ത് വരും? ഒരേ സിമിലാരിറ്റീസ് ഉള്ള ക്ലാസ്സുകൾ, ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും. സിമിലാരിറ്റീസ് ഉള്ള ക്ലാസ്സസിനെ ഒരു ഗ്രൂപ്പ് ആക്കും. അതാണ് എന്തെന്ന് പറഞ്ഞാല് ഫൈലം എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കിയേ, ഫിഷ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് എലോങ് വിത്ത് മാമൽസ്, ഇവരെല്ലാരെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്ലാസ്സസ്, ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സസിനെയും ഒരു ഗ്രൂപ്പ് ആക്കും. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫൈലം. ഏത് ഫൈലത്തിലാണ് ഇവരൊക്കെ വരുന്നത്? ഈ പറഞ്ഞ ക്ലാസ്സസ് ഒക്കെ സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെ, സാമ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഇവരെ ഫൈലം എന്ന് പറഞ്ഞു. അപ്പൊ ഏത് ഫൈലത്തിലായിരിക്കും ഈ പറഞ്ഞ ആളുകൾ വരുന്നത്? അവർ വരുന്നത് കോർഡാറ്റ എന്ന് പറയുന്ന ഫൈലത്തിലാണ്. ഈ പറഞ്ഞ ഫിഷ്, ആംഫീബിയൻ, റെപ്റ്റൈൽസ്, ബേർഡ്സ്, അതേപോലെ മാമൽസ്, ഈ എല്ലാ ക്ലാസ്സസിനെയും പറയുന്നത് ഒരൊറ്റ ഗ്രൂപ്പ് ഏതാണ്? ഫൈലം കോർഡാറ്റ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇവരെ ഫൈലം കോർഡാറ്റയിൽ വെച്ചിട്ടുള്ളത്? എന്തിന്റെ, ഏത് സിമിലാരിറ്റിയുടെ കാര്യത്തിലായിരിക്കും? എന്ത് സാമ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഫൈലം കോർഡാറ്റ എന്നാക്കി മാറ്റിയിട്ടുള്ളത്? അതിനെ നമ്മൾ പഠിക്കണം. പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. നോട്ടോകോഡ് പ്രസന്റ് ആണ്. പിന്നെ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം, അവരുടെ ന്യൂറൽ സിസ്റ്റം ഡോർസൽ ആയിട്ട് ഹോളോ ആയിട്ടുള്ള ഒരു ന്യൂറൽ സിസ്റ്റവും അവർക്കുണ്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ എല്ലാവരും എന്താണ്? സിമിലർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരെ ഒരു ഫൈലമാക്കി മാറ്റി ഫൈലം കോർഡാറ്റ എന്ന് പറയും. നമുക്ക് നോട്ടോകോഡിന്റെ പിക്ചർ ആണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ആനിമൽ കിങ്ഡത്തിലുണ്ട് നോട്ടോകോഡിന്റെ പിക്ചർ. അപ്പൊ അത് പഠിച്ചാൽ മതി, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടാ. അടുത്ത് നോക്കിയ ഡിവിഷൻ. നമ്മൾ പറഞ്ഞ ആനിമൽസിന്റെ കാര്യത്തിലാണെങ്കിൽ അതിന് ഫൈൽ എന്ന് പറയും. പ്ലാന്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ അതെന്താണ്? ഡിവിഷൻ എന്നാണ് പറയുന്നത്. ഒരേ ടൈപ്പ് ക്ലാസ്സുകൾ ഉള്ളതിനെ നമ്മൾ എന്താക്കും? ഡിവിഷൻ എന്നാ പറയാ കേട്ടാ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ. ഇനി ഒരേ ടൈപ്പ് ഈ പറഞ്ഞ ഫൈലംസ് വരുന്നത് എന്തായിരിക്കും? കിങ്ഡം, കിങ്ഡം അനിമേലിയ. ലാസ്റ്റത്തെ ഹൈയസ്റ്റ് ടാക്സോൺ, ഹൈയസ്റ്റ് ടാക്സോൺ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? അത് കിങ്ഡം അനിമേലിയ. ലോവസ്റ്റ് ടാക്സോൺ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? അത് സ്പീഷീസ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാ ഫൈലത്തിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് പറയുന്നത്? കിങ്ഡം അനിമേലിയ. എല്ലാ ഡിവിഷനെയും ഉൾപ്പെടുത്തി പറയുന്നത്. പ്ലാന്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ അത് എന്തായിരിക്കും? കിങ്ഡം പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്ത നമ്മുടെ ടേബിൾ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടേബിൾ. നോക്കിയേ, ഇത് എന്തായാലും പഠിച്ചിരിക്കണം. കോമൺ നെയിം ഉണ്ട്, ബയോളജിക്കൽ നെയിം, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ. ഇത് എന്തായാലും നമുക്ക് എഴുതാനായിട്ട് വരും. ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കാം ആ ഒരു മാർക്ക് വരുന്നത്. അപ്പൊ നമ്മള് ഇത് സ്കിപ്പ് ചെയ്യരുത്, ഇതെന്തായാലും പഠിച്ചിരിക്കണം. കുറച്ച് പേരുകളെ നിങ്ങൾ എഴുതി പഠിക്കുക, സ്പെല്ലിങ്ങുകളൊക്കെ എഴുതി പഠിക്കുക കേട്ടാ കിട്ടാനായിട്ട്. ഇവിടെ നോക്കിയേ, മാൻ. മാന്റെ ബയോളജിക്കൽ നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ് ആണ് അല്ലെ. നമ്മുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പൊ നോക്കിയേ, ജീനസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം ആണ് എന്ത് എന്ന് പറഞ്ഞാല് ജീനസ്, രണ്ടാമത്തത് സ്പീഷീസ് ആണെന്നറിയാം അല്ലെ. അപ്പൊ ആദ്യത്തത് എന്താണ്? ഹോമോ. ഇവിടെ ജീനസ് നമുക്ക് സ്പീഷീസ് തന്നിട്ടില്ല. സ്പീഷീസ് നമുക്ക് പറയാം എന്താണ്? സാപ്പിയൻസ്. സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസിന്റെ പേരാണ്. ഇനി ഫാമിലി ഏതിലാ വരുന്നത്? ഇത് ഹോമിനിഡ് എന്ന് പറഞ്ഞ ഫാമിലിയിൽ വരും. ഓർഡറിന്റെ പേര് പ്രൈമേറ്റ, ക്ലാസിന്റെ പേര് മമേലിയ. ഇവർക്ക് ഏതായിരിക്കും? ഫൈലമാണോ ഡിവിഷൻ ആണോ? നമ്മൾ മനുഷ്യന്മാരെ ഏതിലാ വരാം? മൃഗങ്ങളിലാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഫൈലമാണ്, ഫൈലം കോർഡാറ്റ എന്നാണ് പറയേണ്ടത്. അടുത്ത നോക്കിയേ, ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈന്റെ ബയോളജിക്കൽ നെയിം എന്താണ്? മസ്ക ഡൊമസ്റ്റിക്ക എന്നാണ്. എന്താണ്? മസ്ക ഡൊമസ്റ്റിക്ക. മസ്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ജീനസിന്റെ പേരാണ്. ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഷീസിന്റെ പേരാണ്. ഇനി ഫാമിലിയുടെ പേരെന്താണ്? മസിഡിയേ. ഇനി ഓർഡർ ഡിപ്റ്ററ, അതുപോലെ ക്ലാസ് ഇൻസെക്ട, ഫൈലം ആർത്രോപോഡയിലാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അടുത്ത നോക്കിയേ, മാംഗോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. ജീനസിന്റെ പേര് മാഞ്ചിഫറ, ഇൻഡിക്ക എന്ന് പറഞ്ഞ അതിന്റെ സ്പീഷീസിന്റെ നെയിമാണ്. ഫാമിലിയുടെ പേര് അനാകാർഡിയേസിയെ. ഇതൊക്കെ പഠിക്കണോട്ടെ, ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ സാപ്പിൻഡെയിൽസ്, ക്ലാസ് ഡൈക്കോട്ടിലിഡനെ. ഇവിടെ ഫൈലം എന്നാണോ ഡിവിഷൻ എന്നാണോ പറയാ? ചെടിയല്ലേ, സസ്യമല്ലേ. ചെടികളെ നമ്മൾ ഫൈലം എന്ന് പറയില്ല, ഡിവിഷൻ എന്ന് പറയാം. അപ്പൊ ഡിവിഷൻ ആൻജിയോസ്പെർമ, ഡിവിഷൻ ആൻജിയോസ്പെർമ. ഞാൻ അടുത്ത് നോക്കിയേ, വീറ്റ്, ഗോതമ്പ്.
ട്രിറ്റിക്കം ഏസ്റ്റിവം. ജീനസിന്റെ പേരാണ് ട്രിറ്റിക്കം എന്ന് പറഞ്ഞാൽ, ഏസ്റ്റിവം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഷീസിന്റെ പേരാണ്. ഫാമിലി പൊയേസിയെ, ഓർഡർ പോൾസ്, ക്ലാസ് മോണോകോട്ടിലിഡനെ, ഡിവിഷൻ ആൻജിയോസ്പെർമേ. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്മൾ ഈ പേരുകളൊക്കെ നിങ്ങൾ കാണാപ്പാഠം തന്നെ പഠിക്കണം. അപ്പൊ നമ്മൾ അത്രേ ഉള്ളൂ നമ്മൾ എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് പാഠം. സിമ്പിൾ അല്ലേ? സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ആകെ നമുക്ക് എന്താണ് ആ ഒരു മാർക്ക് ICBN-ഉം ICZ-നും അതേപോലെ സിസ്റ്റം പറഞ്ഞ ഒരു മാർക്ക് ചോദ്യം, മറ്റേ ലിനേഴ്സിന്റെ ബുക്കിന്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് ചോദിക്കും, പിന്നെ ഈ ബോക്സും ചോദിക്കും. അത്രേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുള്ളൂ. അപ്പൊ സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അത്രയും കാര്യങ്ങൾ, സ്പീഷീസ് എന്താണെന്നൊന്നും ചോദിക്കില്ല കേട്ടാ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി എന്താണെന്നുള്ള കാര്യങ്ങൾ. അതിനാണ് അത്രയും പറഞ്ഞെന്നുള്ളൂ, മനസ്സിലായ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാം. കിട്ടി, ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ ഒരു മാർക്ക്. ഇനി ആ ഒരു മാർക്ക് നമ്മൾ കളയരുത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇപ്പൊ താങ്ക് യു.